എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനൊരു സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള അതേസമയം പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ സിനിമയിൽ ജാവയുടെ കാര്യം പറഞ്ഞ പോലെ ജാവ സിമ്പിൾ ആണെങ്കിൽ പവർഫുൾ അല്ലേ, അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു മരുന്നാണ്, അതായത് ചുമയുടെ മരുന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ഇഞ്ചിമുട്ടായി ഇതായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ആ ബാക്കി വരുന്ന ഇഞ്ചിയുടെ നീര് കൊണ്ട് ഞാൻ ഇതേപോലെ വീട്ടിൽ ചുമയുടെ മരുന്ന് തയ്യാറാക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ചെറിയ മോന് നല്ല പനിയും നല്ല ജലദോഷവും കോൾഡൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് മരുന്ന് ഉണ്ടാക്കണമായിരുന്നു. വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ അത് ഉപകാരമാവുമല്ലോ. അപ്പോൾ ഇതാ എൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്, നിങ്ങളും മറ്റുള്ളവരിലോട്ട് ഈ വീഡിയോ എത്തിക്കണം. അത് എനിക്ക് നിങ്ങൾ പ്രോമിസ് തരണം. അപ്പോൾ ഈ മരുന്ന് തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, കാരണം ഇത് നല്ലോണം നമ്മൾ ഇഞ്ചിയുടെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ഒക്കെ അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക്, അതായത് ഒരു 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചുമയുടെ മരുന്ന് ഞാൻ തീർച്ചയായിട്ടും വേറൊരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ വലിയ കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകാണ്ട് നമുക്ക് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ടുള്ള അതേസമയം പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ചുമയുടെ മരുന്ന് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ കഫ് സിറപ്പ് തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി 2 വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ചെറിയൊരു അളവാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ, കാരണം നമ്മൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ എപ്പോഴും ചെറിയ അളവിൽ ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ഉണ്ടാക്കി വെക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കഷ്ണം ഇഞ്ചിയുടെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതാ ഇപ്പം ഞാനിവിടെ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നാടൻ ഇഞ്ചി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ, കാരണം നാടൻ ഇഞ്ചിയുടെ ഗുണം നമ്മുടെ ഈ ചൈനീസ് ഇഞ്ചിക്ക് എന്തായാലും ഉണ്ടാവില്ല. നാടൻ ഇഞ്ചിക്ക് നല്ല എരിവുണ്ടാവും, അതുപോലെ തന്നെ നല്ല ഔഷധ ഗുണവും കൂടുതലും നാടൻ ഇഞ്ചിക്കാണ്. അപ്പം അതുകൊണ്ട് അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വലിയ ഇഞ്ചി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 100 ഗ്രാമാണ് വെയിറ്റ് കേട്ടോ. അപ്പോൾ 100 ഗ്രാം ഇഞ്ചിയുടെ അളവാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ എനിക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കട്ടെ. ഇതാ ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിൽ കൂടി നമുക്ക് അരിച്ചെടുക്കണം. ഓക്കെ, അരിപ്പയിലേക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഇത്ര അളവൊന്നുമില്ല കേട്ടോ, നന്നായി അറിയണമെന്ന് മാത്രമേ ഉള്ളൂ, കാരണം ഇതിലേക്ക് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. ഇതിലും കുറച്ചും കൂടെ ഇഞ്ചിയുടെ നല്ല അവശിഷ്ടങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്കിനി വീണ്ടും കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായി അങ്ങ് മിക്സ് ചെയ്യുക. അതിൻ്റെ മാക്സിമം ഇഞ്ചിയുടെ സത്ത് മുഴുവൻ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്, വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഇഞ്ചി നീരും വെള്ളം കൂടി 1/2 ഗ്ലാസ് ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ 1 ഗ്ലാസ്, അങ്ങനെ മൊത്തത്തിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. മാക്സിമം ഇഞ്ചി നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് കളയാം. ഇപ്പം നാട്ടിലൊക്കെ ഇഞ്ചി ആണെങ്കിൽ 75 ഗ്രാമൊക്കെ എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇത് ചൈനീസ് ഇഞ്ചി ആയതുകൊണ്ടാണ് 100 ഗ്രാം എടുത്തിരിക്കുന്നത്. അതിന് എരിവ് അനുസരിച്ച് അളവിലൊക്കെ വ്യത്യാസം വരുത്താം. പിന്നെ മാത്രമല്ല എരിവ് ഇച്ചിരി കൂടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് കഫ് സിറപ്പായിട്ട് യൂസ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഇഞ്ചിയുടെ എരിവ് എന്ന് പറഞ്ഞാൽ നല്ല തന്നെയാണ് നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ട്. ഞാൻ തീ ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 2-3 നുള്ള്, ഒരു 1/4 ടീസ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം, മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കറിയാമ്പൂവ് പൊടിച്ചതാണ്. 1 ടീസ്പൂൺ കൊണ്ട്, 1 ടീസ്പൂൺ വേണ്ട, ഒരു 3/4 ടീസ്പൂൺ മതിയാവും. ഞാൻ വെറുതെ പൊടിച്ചെടുത്താണ്, റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കറിയാമ്പൂ അല്ലെങ്കിൽ വെറുതെ ചതച്ചിട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ ഇടുന്ന എല്ലാ പൊടികളും വറുത്ത് വെച്ചതാണോ എന്ന്, അതായത് പെരുംജീരകത്തിൻ്റെ പൊടി അതുപോലെ തന്നെ ഉലുവാപ്പൊടിയൊക്കെ. ഞാൻ ഇതൊന്നും വറുത്ത് വെക്കാറില്ല, വെറുതെ പൊടിച്ച് വെക്കാറേ ഉള്ളൂ. നമുക്ക് എന്തായാലും വഴറ്റിയിട്ടാണ് നമ്മൾ ഒരു കറികളിലോട്ട് ചേർക്കുന്നത് അല്ലേ, അപ്പോൾ പിന്നെ വറുത്ത് പൊടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്, നമ്മൾ ഇഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ കുറച്ച് ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ചുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള കാരണം ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ചുക്ക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി നന്നായി ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ചുക്ക് പൊടി. ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതേപോലെ തന്നെ കുരുമുളകിന്റെ പൊടി. കുരുമുളക്, ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് 1/2 ടീസ്പൂൺ. അപ്പം നമ്മൾ വലിയ ആൾക്കാർക്കൊക്കെ ഇത് നന്നായിട്ട് വേണം. പിന്നെ എൻ്റെ മോനിപ്പോൾ ചെറിയ മോന് 7 വയസ്സും മൂത്ത മോന് 13 വയസ്സാണ്. അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അതേസമയം തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് ഇത്ര അളവിൽ കൊടുക്കാൻ പാടില്ല. നല്ലതായിട്ട് എരിവുണ്ടാവും. ഇത് നല്ല എരിവുള്ള ഒരു മെഡിസിനാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറുകപ്പട്ടയുടെ പൊടിയാണ്. അത് ഇതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കറുകപ്പട്ടയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ല ജീരകത്തിന്റെ പൊടിയാണ്, അതായത് ക്യുമിൻ പൗഡർ. ഇതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്
തുളസിയാണ്. അപ്പം എൻ്റെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള തുളസിയുടെ ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രൈ ആയിട്ടുള്ള തുളസിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് തുളസിയുടെ നീരെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. തുളസിയുടെ നീരാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തുളസി നീരെടുത്ത് ഒഴിച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉണങ്ങിയ തുളസി നന്നായിട്ട് കയ്യിലിട്ടതിന് ശേഷം ക്രഷ് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. തുളസി വേണം കേട്ടോ. തുളസി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. തുളസി നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മുടെ ചുമയുടെ മരുന്നുകളിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുളസി. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കയ്യിലിട്ടിട്ടൊന്ന് തിരുമ്പിയതിന് ശേഷം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ പോകുന്നു. 1 ടേബിൾ സ്പൂണോളം തുളസിയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇനി പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് എൻ്റെ അടുത്ത് ഇല്ലാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിക്കൂർക്കയുടെ ഇല. പനിക്കൂർക്കയുടെ ഇല നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇല പിഴിഞ്ഞതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. നീര് അല്ലെങ്കിൽ വെറുതെ ഇട്ട് കൊടുത്താലും മതിയാവും. പക്ഷെ അത് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ ഇട്ടിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈമാണ്. ഇപ്പം നാട്ടിൽ തൈം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഇവിടെയൊക്കെ തൈം അവൈലബിൾ ആണ്. ഇത് തൈം വളരെ നല്ലതാണ്. ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കൊക്കെ വളരെ നല്ലതാണ്. എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം തൈം ചേർത്ത് കൊടുക്കുകയാണ്. ഡ്രൈഡ് തൈം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കുപ്പികളിലായിട്ട്. ലുലുവിലും എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഓപ്ഷനിലാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പനം കൽക്കണ്ടാണ്. പനം കൽക്കണ്ട നമുക്കിവിടെ ദുബായിൽ അവൈലബിൾ ആണ്. ഞാൻ സൺറൈസിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പക്ഷേ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. ഇതൊരു കൈപ്പിടി അളവ് പറയുകയാണെങ്കിൽ. അപ്പോൾ 1 കൈപ്പിടി പനം കൽക്കണ്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതേസമയം നിങ്ങളുടെ അടുത്ത് പനം കൽക്കണ്ട ഇല്ല, സാധാരണ കൽക്കണ്ട ഉള്ളൂ എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, സാധാരണ കൽക്കണ്ട ഇട്ട് കൊടുക്കുക. പക്ഷെ പഞ്ചസാര ഇടാൻ പാടില്ല. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടും. അതുകൊണ്ട് കൽക്കണ്ട ഇട്ട് കൊടുക്കുക. ഓക്കെ, പഞ്ചസാരയോ കൽക്കണ്ട ഒന്നും ഇട്ടില്ലെങ്കിലും അവസാനം നമ്മൾ തേൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേൻ്റെ അളവ് കൂട്ടി കൊടുത്താലും മതിയാവും. മനസ്സിലായല്ലോ? അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പനം കൽക്കണ്ട ഉള്ള കാരണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് 1 കൈപ്പിടി കേട്ടോ. എല്ലാം ആയിട്ടുണ്ട്. ഇപ്പം എല്ലാ ഐറ്റംസും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓൺ ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മൾ 1.5 ഗ്ലാസ് ഒഴിച്ചിരിക്കുന്ന വെള്ളം വറ്റിച്ച് ഏകദേശം 1/2 ഗ്ലാസ് രൂപത്തിലാവണം. അതിന് ശേഷം മാത്രമാണ് ബാക്കി പ്രൊസീജിയർ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് വറ്റി വരുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം. അതിന് ശേഷം എന്തെങ്കിലും എരിവോ, അതായത് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഇഞ്ചിയുടെ ഒക്കെ വില ഫ്ലേവർ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചുക്കുപൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ എത്ര വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് വീട്ടിലുള്ളത് അതിനനുസരിച്ച് വേണം നമ്മൾ ചേർക്കുന്ന പൊടികളുടെ അളവൊക്കെ തീരുമാനിക്കണം. ഒരു പ്രാവശ്യം നിങ്ങൾ ഇത്രയും ചെറിയൊരു അളവ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും അല്ലേ? അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ആവശ്യത്തിനുള്ള അളവുകളൊക്കെ മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കി വീട്ടിൽ വെക്കാം. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദൂട്ടന് ഇന്നലെ തൊട്ട് നല്ല പനിയും ചുമയും ജലദോഷമൊക്കെയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അന്ന് പ്രോമിസ് തന്നിരുന്നതല്ലേ, ജിഞ്ചർ കാൻഡി ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഞാൻ ഉണ്ടാക്കാറുണ്ട് ചുമയ്ക്കുള്ള മരുന്ന്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് അന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്ന് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാതെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ചുക്ക് കാപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഒരുപാട് പേർക്ക് അസുഖങ്ങളൊക്കെ ഉള്ള സമയമാണ്. പനിയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുക. പിന്നെ മാത്രമല്ല തണുപ്പ് കാലത്ത് ചൂടുവെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക. മക്കൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ ചൂടോടുകൂടി ഭക്ഷണം കൊടുക്കുക. അവരോട് ഐസ് വാട്ടറും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒന്നും കഴിക്കേണ്ടെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ എക്സാം ടൈമാണ്. ഇപ്പോൾ 2 ദിവസം ലീവ് ആയതുകൊണ്ട് കുഴപ്പമില്ല, മാറിയാൽ മതിയായിരുന്നു. പരീക്ഷ അടുത്ത ആഴ്ച വരെ പരീക്ഷയുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെയാണ് ഞാൻ. കമൻസിന് റിപ്ലൈ തരാൻ വൈകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ചേച്ചി കുറച്ച് തിരക്കിലാണ്, കുട്ടികൾക്ക് പരീക്ഷയാണ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് അസുഖമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറ്റുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെയാണ് വറ്റിച്ചെടുക്കേണ്ടത്. നിങ്ങൾ വിചാരിക്കും സമയം ലാഭിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങ് വറ്റിച്ചെടുക്കാൻ പാടില്ല. കാരണം ഇതിന് കറക്റ്റായിട്ടൊരു പരുവങ്ങളൊക്കെ ഉണ്ട് ഇതിനെല്ലാം. അപ്പം ഞാനിത് നാട്ടിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് കുട്ടേട്ടൻ, എൻ്റെ വീട്ടിലെ കുട്ടേട്ടന് സ്ഥിരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നൊരു സംഭവമാണ്. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടൻ പറയും വീണ വന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ തൊണ്ടയ്ക്കൊക്കെ എന്തോ ഒരു സുഖമാണ്. അപ്പോൾ അതങ്ങനെ. പിന്നെ നമ്മുടെ നാട്ടിലെ കൃഷ്ണ തുളസി പോലുള്ള കഫ് സിറപ്പൊക്കെ ഇല്ലേ, ഇത് കഴിക്കുമ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ ഓർമ്മ വരിക. അവരെന്താ ചേർക്കണമെന്ന് നമുക്കറിയില്ല. അത് ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ഏകദേശം അതിൻ്റെ പോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി ലിക്വിഡായിട്ടുള്ള ഫോമിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ലേഹ്യം പോലെ ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ എനിക്ക് കുറച്ച് ലൂസായിട്ടിരിക്കാനാണ് താല്പര്യം. കാരണം കുട്ടികൾ ഇച്ചിരി ലൂസായിട്ടിരുന്നാലും അവർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. കട്ടിയായി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാൻ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളിതിൽ പഞ്ചസാരക്ക് ഇടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി വഴണ്ട് വരുമ്പോൾ, അതായത് വറ്റി വരുമ്പോൾ ശരിക്കും ക്രിസ്റ്റലൈസ് ആവുന്ന, അതായത് ശരിക്കും ഡ്രോപ്സ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഞാനിതിൽ പഞ്ചസാര ഇടാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണ് ഡ്രോപ്സ് ആക്കി എടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് അതിനെ
ഡ്രോപ്സ് ആക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഡ്രോപ്സ് ആയിട്ട് യൂസ് ചെയ്യാം, വായിലിട്ട് കണ്ടിട്ട് എടുക്കുന്ന പോലെ. പക്ഷേ ഞാനിപ്പോൾ ഇതെന്തായാലും ഇവിടെ ഒരു സിറപ്പ് അല്ലെങ്കിൽ ഒരു ലേഹ്യത്തിൻ്റെ രൂപത്തിലാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് അത് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. ഞാനിതിൻ്റെ ഉള്ളിലേക്ക് ഒരു കാര്യം ഇടാൻ മറന്നുപോയി. ഞാൻ എപ്പോഴും ഇടുന്നതാണ്, അതായത് നമ്മുടെ നാരങ്ങയുടെ തൊലി. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം. ജസ്റ്റ് വൈറ്റ് പാർട്ട് ഇടാൻ പാടില്ല കേട്ടോ. വൈറ്റ് പാർട്ട് ഇട്ട് കഴിഞ്ഞാൽ കനപ്പ് രസം വരും, ഒരു നല്ലൊരു സ്മെല്ല് കിട്ടും നമ്മുടെ ഇതിന്. അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. നമുക്കിത് അരിച്ചെടുക്കേണ്ടതാണ് എന്തായാലും, അതുകൊണ്ട് കുഴപ്പമില്ല. തൊലി ഇട്ട് കഴിഞ്ഞാലും കുറച്ച് മാത്രം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, എനിക്കിഷ്ടമാണ് അതിൻ്റെ സ്മെല്ല്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ തൊലി, ചെറിയ നാരങ്ങയായാലും കുഴപ്പമില്ല, വലിയ നാരങ്ങയായാലും കുഴപ്പമില്ല. ഓറഞ്ച് വേണ്ട. ഇപ്പം നമ്മുടെ ഇത് ഏകദേശം വറ്റി വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് അരിച്ചെടുക്കണം, കാരണം നമ്മൾ അതിലിട്ടിരിക്കുന്ന തൈമും അതുപോലെ തന്നെ ഞാൻ ഡ്രൈ ആയിട്ടുള്ള ബേസിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, അതായത് തുളസിയുടെ ഇലയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാനിതിൽ കുറച്ച് നാരങ്ങയുടെ തൊലി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു അരിപ്പയിൽ കൂടെ അരിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ. ഞാനിത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം ഈ കുറച്ചും കൂടെ തിക്കായി കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, അതായത് എത്ര മധുരം ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അതുപോലെ തന്നെ എരിവും കാര്യങ്ങളും. മധുരം കുറവാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഇനി തേനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തേൻ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തേനിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരാം. കാരണം എനിക്ക് ഉള്ള അളവായിരിക്കില്ല ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരും. അതുകൊണ്ട് അത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് ആയതിനു ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്ത് വെക്കണം. അതിൻ്റെ പിന്നെ ഭയങ്കര ചൂടായിരിക്കുന്ന അല്ലെങ്കിൽ തിളച്ചിരിക്കുന്നതിലോട്ട് നമ്മൾ തേൻ ഒഴിക്കുന്നില്ല. കുറച്ച് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് തേനും ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ചെറുനാരങ്ങ നീരും മാത്രമാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ നമുക്കിതങ്ങ് വറ്റിച്ചെടുക്കാം. ഓക്കെ, ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി ഒരുപാട് തിക്കാവണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഒരു സിറപ്പിന്റെ പരുവത്തിലാണ് എടുക്കുന്നത്. ഓവറായിട്ട് ലേഹ്യം പോലെ ആക്കുന്നില്ല. തിക്നെസ് ഞാൻ അത്രയും അങ്ങോട്ട് ആക്കുന്നില്ല, കാരണം ഇവിടെ നന്ദു ഇങ്ങനെ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ്. കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഇതിൻ്റെ ഒരുപാട് അങ്ങനെയുള്ള ചൂടങ്ങ് മാറിയതിന് ശേഷം ഇതിലേക്ക് തേനും ചെറുനാരങ്ങ നീര് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ തീയിൽ നിന്ന് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഇതിൻ്റെ അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചൂടായിരിക്കുന്ന സമയത്ത് ഹണി ഒഴിക്കരുത്. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ച് നോക്കാൻ പോവാണ്. എന്നിട്ട് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ഇതിൽ ആദ്യം തന്നെ കൽക്കണ്ട് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹണിയുടെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. നന്നായി ചുമക്കുന്നുണ്ട്, ഇത് കൊണ്ട് കൊടുക്കണം അവന്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കൺസിസ്റ്റൻസി കണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക്. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ല, പ്രത്യേകിച്ച് ആയുർവേദ മരുന്നൊക്കെ. അപ്പം ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, അതായത് മധുരം നോക്കട്ടെ. വേറൊരു സ്പൂൺ എടുത്തിട്ട് വേണം നോക്കാൻ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയില്ല. എനിക്കിത് മതി കേട്ടോ. ഒരുപാട് മധുരമായി കഴിഞ്ഞാലും കൊള്ളില്ല. അതായത് മധുരം അധികം മുന്നോട്ട് നിൽക്കാൻ പാടില്ല, കാരണം നമ്മൾ ചേർത്തിരിക്കുന്ന ജിഞ്ചറിൻ്റെയും കുരുമുളകിൻ്റെ ഒക്കെ എരിവ് മുന്നോട്ട് നിൽക്കണം. അപ്പോൾ അതേസമയം ഞാൻ പറഞ്ഞില്ല, കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തേൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 വലിയ ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് മതിയാക്കാണ്. ഇനി നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസ് ഇതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തോളൂ. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ നോക്കട്ടെ. നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു കഫ് സിറപ്പ് എന്നുള്ള രീതിയിൽ നന്നായിട്ടുണ്ട്. നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് 1 മണിക്കൂർ ഇടവിട്ട് ഒരു ചെറിയ ടീസ്പൂൺ വീതം കൊടുക്കുകയാണെങ്കിൽ ചുമയ്ക്കൊക്കെ നല്ലൊരു കുറവ് കിട്ടും. അതുപോലെ തന്നെ തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സൂത്തിങ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. നമ്മൾ വീട്ടിലുണ്ടാക്കി, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഒരു ദോഷവശങ്ങൾ ഇതിനില്ല, നല്ല വശങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര എളുപ്പമാണിത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ. ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചേർത്തിട്ടില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചേർക്കണം. എന്നാൽ മാത്രമേ ആ റിസൾട്ട് കിട്ടുള്ളൂ. അതായത് ഇഞ്ചി തീർച്ചയായിട്ടും ചേർക്കണം, കറിയാമ്പൂവിൻ്റെ പൗഡർ തീർച്ചയായിട്ടും ചേർക്കണം. അതുപോലെ തന്നെ തേൻ, ലെമൺ ആൻഡ് തുളസി അത് മസ്റ്റായിട്ട് ചേർത്തിരിക്കേണ്ട ഐറ്റംസ് ആണ്. ബാക്കിയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് ചൂടാറിയതിന് ശേഷം അടച്ചുറപ്പുള്ള കുപ്പിയിൽ ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് എടുത്ത് വെക്കാറ്, കാരണം അധികം ദിവസം പുറത്തൊന്നും വെക്കാറില്ല. 1-2 ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്ത് വെക്കാം. അതേസമയം കൂടുതൽ ദിവസം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 2 മാസത്തോളം ഫ്രിഡ്ജിലൊക്കെ നമുക്ക് സുഖമായി സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതേസമയം ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. എന്നാലും ചൂടാറിയതിന് ശേഷം മാത്രം കുപ്പിയിലെടുത്ത് വെക്കാൻ പാടില്ല. അതും ടൈറ്റ് ആയിട്ടുള്ള ഉടയുന്ന കുപ്പിയിൽ, അതായത് ചില്ല് കുപ്പിയിൽ മാത്രം എടുത്ത് വെക്കുക. അത് പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒരിക്കലും ഇതൊന്നും എടുത്ത് വെക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ആയുർവേദ കഫ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അല്ലേ. നമ്മൾ ചെയ്തൊരു ജോലി അത് മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഉപകാരപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.
Cream or go to fork, no spoon. പുഷ് ചെയ്ത് തന്നത് ആ ബസ് വരുന്നു. I just said bus, I didn't say which bus. ബസ് ആണെങ്കിലും അറിയില്ല.